അഞ്ചരക്കണ്ണി ഡെന്റൽ കോളേജിലെ ഒന്നാം വർഷ BDS വിദ്യാർത്ഥി RN നിതിൻ രാജിന്റെ മരണവുമായി ബന്ധപ്പെട്ട് ഒളിവിലായിരുന്ന ഒന്നാം പ്രതി പിടിയിലായിരിക്കുകയാണ്. കോളേജ് അധ്യാപകനായ ഡോക്ടർ MK റാമിനെ കർണാടകയിലെ കുടുക്കിലുള്ള ഒളിസങ്കേതത്തിൽ നിന്നാണ് ക്രൈംബ്രാഞ്ച് കസ്റ്റഡിയിലെടുത്തത്. പ്രതിയെ കണ്ണൂരിലെത്തിച്ച് അന്വേഷണ സംഘം വിശദമായി തന്നെ ചോദ്യം ചെയ്തു വരികയാണ്. നിറം നോക്കി മാത്രം വിദ്യാർത്ഥികളോട് പെരുമാറുന്ന ഒരു അധ്യാപകനായിരുന്നു ഡോക്ടർ റാം. കൂടാതെ ഉയർന്ന ജാതിയിലുള്ള കുട്ടികളെയും വെളുത്ത നിറമുള്ള കുട്ടികളെയും റാമിന് പ്രത്യേക ഇഷ്ടമായിരുന്നു. ജാതിയിൽ താഴ്ന്ന കുട്ടികളെയും ഈ കറുത്ത് ഇരിക്കുന്ന കുട്ടികളെയൊക്കെ റാമിന് കണ്ണടത്താൽ കണ്ടൂടാ എന്നാണ് വിദ്യാർത്ഥികൾ പറയുന്നത്. ഇന്നലെ രാത്രിയോടെയാണ് അന്വേഷണ സംഘം പ്രതിയെ പിടികൂടുന്നത്. ഇന്ന് രാവിലെയോടെ ഇയാളെ കണ്ണൂരിലേക്ക് എത്തിച്ചു. നിലവിൽ ഇപ്പോൾ ക്രൈംബ്രാഞ്ച് SP റാമിനെ ചോദ്യം ചെയ്തു വരികയാണ്. റാമിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ ഈ മാസം 13-ന് സുപ്രീം കോടതി തള്ളിയിരുന്നു. നേരത്തെ ജൂൺ 19-ന് ഹൈക്കോടതിയും ജാമ്യാപേക്ഷ തള്ളിയതിനെ തുടർന്ന് ക്രൈംബ്രാഞ്ച് സംഘം ആന്ധ്രാപ്രദേശിലെത്തി അറസ്റ്റിനായി നീക്കം നടത്തിയിരുന്നു. എന്നാൽ രാഷ്ട്രീയ സ്വാധീനമുള്ള റാം പോലീസിനെ പിടികൊടുക്കാതെ സുപ്രീം കോടതിയെ സമീപിക്കുകയായിരുന്നു. അവിടെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയതോടെയാണ് ക്രൈംബ്രാഞ്ച് ഇൻസ്പെക്ടർ ശ്രീജിത്തിന്റെ നേതൃത്വത്തിലുള്ള സംഘം അന്വേഷണം ഊർജിതമാക്കിയത്. മാസങ്ങളായി ഒളിവിൽ കഴിയുകയായിരുന്ന പ്രതിയെ ഒടുവിൽ കുടുക്കിൽ നിന്ന് അതിസാഹസികമായാണ് പിടികൂടിയത്. മൊബൈൽ ഫോൺ ഉപയോഗിക്കാതെ ആണ് ഇയാൾ വിവിധ സംസ്ഥാനങ്ങളിൽ ഒളിവിൽ കഴിഞ്ഞിരുന്നത്. പ്രതി പിടിയിലായതിൽ ആശ്വാസമുണ്ടെങ്കിലും കേസിൽ ഉൾപ്പെടെ മറ്റ് പ്രതികളെ കൂടി അറസ്റ്റ് ചെയ്താൽ മാത്രമേ നിതിന്റെ കുടുംബത്തിന് പൂർണ്ണമായ നീതി ലഭിക്കുകയുള്ളൂ എന്നാണ് പിതാവ് രാജൻ പ്രതികരിച്ചത്. ക്രൈംബ്രാഞ്ചിന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് കർണാടക പോലീസുമായി ഒരു ഏകോപനം നടത്തിക്കൊണ്ട് സംയോജിതമായ ഒരു നീക്കമുണ്ടായത്. പ്രതികൂല സാഹചര്യങ്ങളെ അതിജീവിച്ച് കുടുംബത്തിന്റെ അത്താണിയാകുമെന്ന പ്രതീക്ഷയിലാണ് പഠിക്കാൻ മിടുക്കനായ നിതിനെ അവർ വിദ്യാഭ്യാസത്തിനായി അയച്ചത്. എന്നാൽ ക്രൂരമായ പീഡനങ്ങൾക്ക് ഇരയായാണ് ആ വിദ്യാർത്ഥി ജീവൻ ഒടുക്കിയത്. ഇതിന് കാരണക്കാരായ ഡോക്ടർ റാം ഉൾപ്പെടെയുള്ള എല്ലാവർക്കും തക്കതായ ശിക്ഷ ലഭിക്കണമെന്നാണ് പിതാവ് രാജൻ മാധ്യമ പ്രവർത്തകരോട് പറയുന്നത്. കഴിഞ്ഞ ഏപ്രിൽ 10-നാണ് മെഡിക്കൽ കോളേജ് കെട്ടിടത്തിൽ നിന്ന് താഴേക്ക് ചാടി നിതിൻ രാജ് ആത്മഹത്യ ചെയ്യുന്നത്. ദളിത് വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥിയെ അധ്യാപകർ ജാതിയുടെയും നിറത്തിന്റെയും പേരിൽ നിരന്തരം അധിക്ഷേപിച്ചിരുന്നതായും കുടുംബം പരാതിപ്പെട്ടിരുന്നു. ബോഡി ഷേമിംഗ് ഉൾപ്പെടെയുള്ള മാനസിക പീഡനങ്ങൾ വിദ്യാർത്ഥിക്ക് നേരിടേണ്ടി വന്നതായും സഹപാഠികൾ തന്നെ വെളിപ്പെടുത്തിയതാണ്. ഇതിന് പിന്നാലെയാണ് ഡോക്ടർ റാം ഉൾപ്പെടെയുള്ളവർക്കെതിരെ ആത്മഹത്യാ പ്രേരണ കുറ്റവും പട്ടികജാതി പട്ടികവർഗ പീഡന നിരോധന നിയമപ്രകാരമുള്ള വകുപ്പുകൾ ചുമത്തി കേസെടുത്തത്. വിദ്യാർത്ഥികളുടെ ശക്തമായ പ്രതിഷേധത്തെ തുടർന്ന് ഡോക്ടർ റാമിനെ കോളേജ് മാനേജ്മെന്റ് സർവീസിൽ നിന്ന് പുറത്താക്കിയിരുന്നു. അമ്മയുടെ ചികിത്സയ്ക്കും പഠനാവശ്യങ്ങൾക്കുമായി വിദ്യാർത്ഥി ലോൺ ആപ്പിൽ നിന്ന് പണം എടുത്തിരുന്നു എന്നതാണ് ലഭിക്കുന്ന സൂചന. കൂടാതെ തിരിച്ചടവ് മുടങ്ങിയതോടെ ആപ്പുകാർ ഭീഷണിപ്പെടുത്തിയതായി വിവരമുണ്ട്. അധ്യാപകർ ഉൾപ്പെടെയുള്ളവരെ ലോൺ ആപ്പുകാർ ബന്ധപ്പെട്ട് വിദ്യാർത്ഥിയെ കടുത്ത മാനസിക സമ്മർദ്ദത്തിലാക്കിയിരുന്നു. ലോക്കൽ പോലീസ് അന്വേഷിച്ച കേസിൽ കുടുംബം അതിർത്തി രേഖപ്പെടുത്തിയതിനെ തുടർന്നാണ് സിറ്റി പോലീസ് കമ്മീഷണറുടെ നേതൃത്വത്തിൽ പ്രത്യേക സംഘം രൂപീകരിച്ചത്. പിന്നീട് കേസ് ക്രൈംബ്രാഞ്ചിന് കൈമാറുകയായിരുന്നു. പ്രതിയെ വിശദമായി ചോദ്യം ചെയ്യുന്നതിലൂടെ മരണത്തിന്റെ പിന്നിലെ യഥാർത്ഥ കാരണങ്ങൾ എന്താണെന്ന് കൂടുതൽ വ്യക്തമാക്കുമെന്നാണ് അല്ലെങ്കിൽ കൂടുതൽ വ്യക്തമാകാൻ സാധിക്കുമെന്നാണ് അന്വേഷണ സംഘം പറയുന്നത്.